വിജയത്തിന്റെ ശോഭ കെട്ടിട്ടില്ല. കേരളത്തിന് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയോട് ഉപമിച്ച് പലരും രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല UDF അധികാരത്തിലെത്തുന്നതോടെ കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിനാണ് അവസാനമാകുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിയുക്ത MLA ചാണ്ടി ഉമ്മൻ. മുഖ്യമന്ത്രിയെ ചൊല്ലിയുണ്ടായ ചർച്ചകൾ മുന്നണിയുടെ വിജയത്തിന്റെ ശോഭ കെടുത്തിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മികച്ച വ്യക്തിത്വത്തെയാണ് കേരളത്തിന് മുഖ്യമന്ത്രിയായി ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ ലഭിക്കുമ്പോൾ തന്നെ പുതുപ്പള്ളിക്ക് ഒരു മന്ത്രിയെ ലഭിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ശേഷം അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അതേപോലൊരാൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന നിമിഷം പുതുപ്പള്ളിക്ക് മന്ത്രിയെ ലഭിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എന്നെ പ്രത്യേകം മന്ത്രിയാക്കണമെന്നില്ല, ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. മന്ത്രിസ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി അവസരം നൽകിയത് കൊണ്ടാണ് താൻ മത്സരിച്ചത്. ഇനി പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പറയുന്ന തരത്തിലുള്ള അതൃപ്തികളൊന്നുമില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പാർട്ടി അത് കൃത്യമായി ഇടപെട്ട് പരിഹരിക്കും. വലിയൊരു ഇരുണ്ട കാലഘട്ടം അവസാനിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അതേസമയം അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഭരണത്തിൽ കർശനമായ ചിലവ് ചുരുക്കൽ പ്രഖ്യാപിച്ച നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ VIP സുരക്ഷയുടെ പേരിൽ പൈലറ്റും എസ്കോർട്ടും ഒഴികെയുള്ള മറ്റ് അധിക വാഹനങ്ങൾ വേണ്ടെന്ന് നിർദ്ദേശിച്ചതിന് പിന്നാലെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കേണ്ടെന്ന് തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടു. ക്ലിഫ് ഹൗസിൽ അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിയാൽ മതിയെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മുഖ്യമന്ത്രി കടന്നു പോകുന്നതിന്റെ പേരിൽ റോഡുകൾ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്യരുതെന്നും അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയും ക്രമസമാധാന ചുമതലയുള്ള ADGPയും വി.ഡി. സതീശനെ വസതിയിലെത്തി കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് തന്റെ സുരക്ഷാ വ്യൂഹം സംബന്ധിച്ച് കർശന നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പൈലറ്റ് വാഹനവും എസ്കോർട്ടും പോലും പൂർണ്ണമായി ഒഴിവാക്കാൻ അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി പോലീസ് അത് അംഗീകരിച്ചില്ല. തുടർന്ന് സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മുൻ സർക്കാരിന്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനെതിരെയും സംസ്ഥാനത്ത് വലിയ തോതിൽ ജനവിമർശനം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ ആഡംബരങ്ങളും ജനവിരുദ്ധമായ VIP സംസ്കാരവും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ഭരണശൈലിക്ക് തുടക്കമിടുന്നത്. മാത്രമല്ല കേരളത്തിലെ നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് തനിക്ക് പുതിയ ഔദ്യോഗിക വാഹനം വേണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. സംസ്ഥാന ഖജനാവ് കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ ഭരണകൂടം ആഡംബരങ്ങൾ ഒഴിവാക്കി ലളിതമായ ജീവിതശൈലി പിന്തുടരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുതിയ കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സാമ്പത്തിക നില വഷളായിരിക്കുന്ന സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ച് നമ്മൾ ചില മാതൃകകൾ സൃഷ്ടിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള കാർ തന്നെയാകും ഞാൻ ഉപയോഗിക്കുക, അതിന്റെ നിറമൊന്നും നോക്കില്ല. വലിയ ആർഭാടത്തോടെയും പത്രാസോടെയും റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ഉള്ളിൽ കളിയാക്കി ചിരിക്കും. ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്ന് സതീശൻ വൈകാരികമായി പ്രതികരിച്ചു. മുകളിലിരിക്കുന്നവർ നൽകേണ്ട ചില സന്ദേശങ്ങളുണ്ട്. നമ്മൾ പത്രാസും ആർഭാടവും കാണിച്ചാൽ താഴെയുള്ളവരും അത് ചെയ്യും. അതിനുള്ള ശേഷി നിലവിൽ കേരളത്തിന്റെ ഖജനാവിലില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. മുൻപ് പോയവരെയൊന്നും താൻ പരിഹസിക്കുകയില്ലെന്നും അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ പോകുന്ന വഴിയിൽ പൊതുജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കരുതെന്ന് പോലീസിന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിരലിലെണ്ണാവുന്നതിൽ താഴെ വാഹനങ്ങൾ മാത്രമേ തന്റെ അകമ്പടിക്കായി പാടുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണകൂടം മാതൃകാപരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയമാണിതെന്നും ജനങ്ങൾക്കും ഭരണ സംവിധാനത്തിനും ഒരുപോലെ മാതൃകയാകാൻ ആർഭാടങ്ങൾ ഒഴിവാക്കിയുള്ള ഈ ലളിത ശൈലി അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നതായും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കാത്തിരുന്നതെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.